നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായി? എന്താടാ പോയ കാര്യം എന്തായി? പോയ കാര്യം സക്സസ് ആയി. ദൈവമേ, നീ കാത്തു. സന്തോഷമായി മോനെ. ഭാമിയെ ഗായത്രിയെ ഏൽപ്പിച്ചിട്ടാണല്ലോ അല്ലേ നിങ്ങൾ വന്നത്? എന്താടാ? അമ്പാലി ആന്റി ഭാമയെ കൊണ്ടുപോയി ആന്റി. അതെ അമ്മ, അവര് നേരത്തെ പറഞ്ഞിരുന്നത് ഭാവനയുടെ വീട്ടിൽ തന്നെ ഭാമയെ നിർത്തുമെന്ന്. പക്ഷേ ഇന്നവര് ഭാമയെ കൊണ്ടുപോയി. അതെന്താടാ അമ്പാലിക അങ്ങനെ ചെയ്തത്? ഇതവര് മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ. അതെ ആന്റി, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ആന്റി ഇത് മനഃപൂർവ്വം തന്നെയാ ചെയ്തത്. അത് ശരിയാവില്ല ഭാവന. അമ്പാലികയെ വിശ്വസിക്കാൻ പറ്റില്ല. അവളുടെ കണക്ക് കൂട്ടലുകൾ വേറെ എന്തൊക്കെയാ? ഞാൻ അഭിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാം ആന്റി. 2 ദിവസം കൂടി നോക്കട്ടെ. 2 ദിവസം ഒന്നും കാത്തിരിക്കരുത് മോളെ. ഇന്നോ നാളെയോ പോയി ഭാമയെ നീ വീട്ടിൽ വിളിച്ചുകൊണ്ടെന്ന് നിർത്താൻ നോക്ക്. അവളെന്ന് ഭാമയ്ക്ക് വിലയിട്ടവളാ. അത് പൊളിഞ്ഞപ്പോ പുതിയ എന്തോ കണക്ക് കൂട്ടലുമായി ഇറങ്ങിയിരിക്കുക. അഭി ഇതറിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയോട് വഴക്കിടും. അവനെല്ലാം പറഞ്ഞിട്ടാ പോയത്. എടാ, എന്നാ പിന്നെ അഭിയോട് വിളിച്ച് പറയേ. എന്നിട്ട് ഭാമയെ പോയി വിളിക്ക്. നോക്കട്ടെ ആന്റി, ഞാൻ ഈ വിവരം അമ്മയോടൊന്ന് പറയട്ടെ. എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. ഭാമയോട് അവർക്ക് ഒരു വിധത്തിലുള്ള കരുതലോ സ്നേഹമോ ഒന്നും ഇല്ല ഭാവന. ഉണ്ടായിരുന്നെങ്കിൽ ആന്റിയോട് അവർ കാശ് ചോദിക്കുമായിരുന്നു. അവരെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല മനസ്സാ. ഇന്ന് തന്നെ ഞങ്ങൾക്ക് മുന്നേ ഭാമയെ കൊണ്ട് ഡോക്ടറെ കാണാൻ അവര് വന്നു. അതിന്റെ പിന്നിലൊക്കെ എന്തായാലും ഭാമയോടോ എന്നോടോ ഉള്ള സ്നേഹം അല്ലാന്ന് എനിക്കറിയാം. ഇനി അഭിയെ തന്ത്രപൂർവ്വം ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചതാണോ ഭാവന? അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഭാവന. അവരതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. അവരെന്തൊക്കെ കാണിച്ചാലും ഞാനത് കണ്ടുപിടിക്കും സൂര്യ. ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ആന്റി ധൈര്യമായിട്ടിരിക്കെ. ഭാമയെ ഞാൻ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആന്റി വിഷമിക്കാതിരിക്കെ, എല്ലാം ഓക്കെയാവും. വാ വാ. ആ മോളെ. അമ്മേ, ഭാമ വിളിച്ചിരുന്നോ? അതെങ്ങനെയാ? ഭാമ നിങ്ങളോടൊപ്പം ഇല്ലേ? ഭാമയെ അമ്പാലിക ആന്റി ഞങ്ങളോടൊപ്പം വിട്ടില്ല അമ്മേ. അവളെ ആന്റി തന്നെ കൊണ്ടുപോയി. അതെന്താ? നിങ്ങൾ ഭാമ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ അമ്പാലിക അങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല അമ്മേ. അമ്പാലിക ആന്റി നിർബന്ധം പിടിച്ചാ ഭാമയെ കൊണ്ടുപോയത്. ആന്റി അവളെ നോക്കിക്കോളാന്ന്. നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞൂടായിരുന്നു? ആ കൊച്ചിനെ അവിടെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്താൻ അവർ കൊണ്ടുപോയേക്കുന്നത്. ഭാമയ്ക്കും മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു അമ്മേ. ആന്റിക്കൊപ്പം പോവാൻ വിളിച്ചപ്പോ അവളൊന്നും മിണ്ടാതെ കൂടെ പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നിങ്ങളിപ്പോ വീട്ടിലെത്തിയോ? ആ, എത്തി. ഭാമ അമ്പാലിക ആന്റി കൊണ്ടുപോയിന്നറിഞ്ഞപ്പോ ഇവിടെ ആന്റി നല്ല ദേഷ്യത്തിലാ. ആ, അത് പിന്നെ കാണാതിരിക്കുവോ? ഈ അമ്പാലിക എന്ത് പണിയാ കാണിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്, അവിയോട് വിളിച്ചു പറ. വരട്ടെ അമ്മ. അഭിയെ വിളിച്ച് പറഞ്ഞാ അവനത് വിഷമാവും. എന്താ വേണ്ടെന്ന് വെച്ചാ ആലോചിച്ചിട്ട് ചെയ്യാമേ. ഇത് ബാക്കിയുള്ളവനുള്ള സമാധാനവും കൂടെ പോയല്ലോ കുഞ്ഞെ. ഈ അമ്പാലിക ഭാമയും കുഞ്ഞിനെയും എല്ലാം എങ്ങനെ നോക്കാനാ? ചുമ്മാ നമുക്കറിഞ്ഞൂടെ അവരുടെ സ്വഭാവം. എന്താ അവരുടെ മനസ്സിലെന്ന് അറിയില്ലല്ലോ അമ്മേ. എന്തായാലും പഴയതുപോലെ ഉടായിപ്പൊന്നും അവര് കാണിക്കില്ല. എന്നാ പിന്നെ ഞാൻ ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിപ്പോ സേതു അറിഞ്ഞാൽ അതും പ്രശ്നമാവും. സേതുവിനോട് അമ്മ കാര്യം പറ. തൽക്കാലം 2 ദിവസത്തേക്കൊന്നും മിണ്ടണ്ട.
നോക്കട്ടെ, അല്ലെങ്കിൽ വേണ്ടത് എന്താന്ന് ഞാൻ നോക്കിക്കോളാം. സാധാരണ പോലെയുള്ളൊരു കേസല്ലല്ലോ മോളെ ഇത്. നമ്മൾ ഭാമയെ അതുപോലെ ശ്രദ്ധിച്ചേ പറ്റൂ. അറിയാമേ, ഇന്നിപ്പോ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അമ്മ ഫോൺ വെക്ക, ഞാൻ വിളിച്ചോളാം. അമ്മേ, ഇതിനിടയിൽ ഭാമ വിളിച്ച പറയണേ. ഓ, ഞാൻ പറയാം. എന്താ അമ്മേ, ഭാമയെ അമ്പാലികാന്റി വിട്ടില്ലേ? വിട്ടില്ല. ഭാമയെ അമ്പാലിക നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് കൊണ്ടുപോയെന്ന്. നല്ല പാർട്ടിയാ ഭാമയെ നോക്കുന്നത്. ഇത് മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാന്ന് തോന്നുന്നു അമ്മേ. എന്തായാലും അമ്പാലിക ഒരിക്കലും ഭാമയെ അപായപ്പെടുത്താൻ നോക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അമ്പാലികയ്ക്കറിയാം പിന്നെ അവിടെ സംഭവിക്കുന്നത് വേറെയാന്നുള്ളത്. അവരെന്തിനാമേ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വാശി പിടിക്കുന്നത്? ഇതൊക്കെ ഒരുതരം നിർബന്ധ ബുദ്ധിയാമായേ. നമ്മളെ അവർക്കൊന്ന് ഭരിക്കണം. ഭാമ ഇപ്പൊ അതിനു പറ്റിയ ആയുധമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതാ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. ഭാവന ഇപ്പൊ എന്തു പറയുന്നു അമ്മേ? അവള് സമാധാനപ്പെടാനാ പറയുന്നത്. പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ല എന്നുള്ളത് അവക്കറിയില്ലല്ലോ. അമ്മ ഭാമയൊന്ന് വിളിച്ചു നോക്കേ, എന്താ പറയുന്നേന്നറിയാലോ. അവള് വിളിക്കുമോ നോക്കട്ടെ. ജയനിർമ്മൽ എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത്? ഹലോ അമ്പാലികെ, ഇത് ഞാനാ. മനസ്സിലായി. എന്താ? ഞാനിപ്പോ ഭാമയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഭാമയുടെ കാര്യമോ? എന്ത് കാര്യം? ഭാമയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കൂന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെ എന്തു പറ്റി? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ആരോട് പറഞ്ഞു? എന്താ ജയേ, ഞാൻ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞു? അമ്പാലിക പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതാണല്ലോ ശരിയായ രീതി. ശരിയും തെറ്റൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. എന്റെ മരുമകൾ എവിടെ നിക്കണം എവിടെ നിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ജയനിർമ്മലയല്ല, ഞാനാ. അമ്പാലികയെ ദേഷ്യം പിടിപ്പിക്കാനോ വഴക്കിടാനോ അല്ല ഞാൻ വിളിച്ചത്. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഭാമയെ ശ്രദ്ധിക്കേണ്ടത് എന്റെയും കൂടി കടമയാണല്ലോ. ജയനിർമ്മലേ, അറിയാലോ. അതെ, ഞാനും കൂടി മനസ്സ് വെച്ചിട്ടാ ഭാമ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറായത്. അതുകൊണ്ട് എനിക്കറിയാം ഭാമ എവിടെ നിക്കണോന്ന്. അപ്പോ ഭാമയുടെ വീട്ടുകാർക്ക് യാതൊരു അവകാശവും ഇല്ലേ? അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഭാമയെ ഇപ്പൊ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല, അത്രേ ഉള്ളൂ. അമ്പാലികെ, ഇത് വാശി തീർക്കാനുള്ള സമയമല്ല, അറിയാലോ. സാധാരണ പോലുള്ള ഒരു ഗർഭിണിയല്ല ഭാമ. അത് അമ്പാലിക മനസ്സിലാക്കണം. അതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരും ഇടപെടണമെന്നില്ല. ഓ, ഇപ്പൊ അമ്പാലിക എല്ലാവർക്കും വേണമല്ലേ? തൽക്കാലം ഭാമ ഇവിടെ തന്നെ നിക്കട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാം.